നാട്ടിലെ ആവാസം നടത്തിയിട്ട് ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടിക്ക, മാഹിയിലെ പെണ്ണിനെ കണ്ടിക്ക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ വിളിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലക്കാർ മറുപടി എടുക്കുമ്പോ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, സ്വന്തം ആണുങ്ങളെ കാണുന്നു കണ്ണൂരേക്ക് വാ, എടാ പെണ്ണെ എടി പെണ്ണെ ചൊക്ലിയിലെ പെണ്ണിനെ കാണിച്ചു തരാതെ വന്ന് വിളിക്കുമ്പോ നീ കാണിച്ചു കൊടുക്കുന്നതിന്റെ പച്ചമാംസമില്ലേ, ആ പച്ചമാംസത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നീ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വ്യഭിചാരത്തിന്റെ കഥ പാടുമ്പോ, വ്യഭിചാരത്തിന്റെ ഈരടികൾ പാടുമ്പോ യഥാർത്ഥത്തിന് മറുപടി കൊടുത്തവര് കൊടുക്കാത്തവരും വ്യഭിചാരത്തിന്റെ കഥയല്ലേ പറഞ്ഞിട്. മാഹിയിലെ പെണ്ണിനെ കാണണോ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം, ആണിനെ കാണണോ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. എടാ നീ കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നറിയോ? നീ കാണിച്ചു കൊടുക്കാൻ വെക്കുന്നത് എന്തെന്നറിയോ? ഇതെവിടെയാ പോവുക? കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. പൊന്നുമോളെ കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് മണ്ണിട്ട് മുടിയാതെ, മരത്തിൽ കിടത്തിയിട്ട് മണ്ണിട്ട് മുടിയാതെ 3 ദിവസം കൊണ്ട് അഴുകി പോകുന്നതിന്റെ പച്ചമാംസമല്ലേ? 3 ദിവസം കൊണ്ട് അഴുകി പോകുന്നതിന്റെ പച്ചമാംസമല്ലേ? ആ മാംസമല്ലേ കാണിക്കാൻ വിളിക്കുന്നത്? എവിടെ നിന്നാണ് ഈ സംസ്കാരം ഈ മുസ്ലിം ഉമ്മത്തിന് കിട്ടിയത്? അതുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആയുസ്സാണ്, അവൻ തന്ന സമ്പത്താണ്, അവൻ തന്ന ആരോഗ്യമാണ്. വേണ്ട പെങ്ങളെ വേണ്ട, ഈ ആവാസത്തിന്റെ തിരക്കഥ നമുക്ക് വേണ്ട, ഈ ആവാസത്തിന്റെ ചരിത്രത്തിന്റെ പുറകെ നമുക്ക് വേണ്ട. കുറെ സഹിതമാണ് നമ്മൾ ഇവിടെ സിദ്ധിക്കപ്പെടരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു ചെല്ല്. എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? അപ്പേ നാളെ മരിച്ചാൽ കൊണ്ടുപോയി വെക്കേണ്ടതല്ലേ? കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാൻ പറയുന്ന പാട്ടുപാടി പഠിക്കണമെങ്കിൽ മാഹിയിലെ പെണ്ണിന്റെ പാട്ടല്ല, ചൊക്ലിയിലെ പെണ്ണിന്റെ പാട്ടല്ല, കണ്ണൂരിലെ പെണ്ണിന്റെ പാട്ടല്ല. മോനെ നിനക്ക് ഞാൻ പാടിത്തരാം, ഇത് പാടിയാൽ കരയാത്തവരില്ല. ആ സമയത്ത് നീ ഒന്ന് പാടി നോക്കൂ. കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ചു മിനാ തൊട്ട് ഓതിയിട്ട് മണ്ണും വീട്ട് സ്ഥലവും വീട്ട്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുകൊണ്ടോ പണ്ട്. എടാ മോനെ, 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന അവസ്ഥ ഓർക്ക്. കവി ചോദിക്കുകയാ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുകൊണ്ടോ പണ്ട്. ഇത്ര കുടുസായ ഒരു കുടിവീടിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാ? അതിലല്ലേ മോളെ കിടക്കേണ്ടത്? താഴെയും മണ്ണ്, മേലെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. എന്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടി, എന്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടി. ആരാ മണ്ണിട്ട് മൂടിയത്? പള്ളിയിലെ മല്ലാക്കയല്ല, പള്ളിയിലെ മുദ്രയല്ല, എന്റെ പള്ളിയിലെ സത്യമല്ല, എന്റെ കവളത്ത് മണ്ണ് മാറിയിട്ടത്. ഒന്ന് ചിന്തിക്കും നിങ്ങൾ, ആരാ മണ്ണ് മാറിയിട്ടതാരാ? ദുനിയാ കേ മുസാഫിർ